students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the second lecture on accounting standards. This lecture is based on Accounting Bodies, which is the first module in the subject Accounting Standards for semester 4 students of MCOM. In previous lecture, we were discussing the syllabus of the subject, and in this lecture, we are going to discuss about accounting standards, and accounting standards are related to GAAP. Accounting standards. Accounting standards are written policy documents issued by expert accounting body or by government or other regulatory body covering the aspects of recognition, measurement, presentation, and disclosure of accounting transactions in the financial statements. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ്. ആൻഡ് അത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു എക്സ്പേർട്ട് അക്കൗണ്ടിംഗ് ബോഡിയോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റെഗുലേറ്ററി ബോഡിയോ ആയിരിക്കും. ആൻഡ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കവർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസിൻ്റെ റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ തുടങ്ങിയവയാണ്. അതായത് നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വേരിയസ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ആണ്. ആൻഡ് ഈ ട്രാൻസാക്ഷൻസിൻ്റെ റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ തുടങ്ങിയ ആസ്പെക്ട്സ് കവർ ചെയ്യുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ആൻഡ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു എക്സ്പേർട്ട് അക്കൗണ്ടിംഗ് ബോഡിയോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റെഗുലേറ്ററി ബോഡിയോ ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ റിലേറ്റഡ് ടു GAAP, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. Generally accepted accounting principles (GAAP) refer to a common set of accepted accounting principles, standards and procedures that business reporting entity must follow when it prepares and presents its financial statements. Generally accepted accounting principles എന്ന് പറയുന്നത് common set of accepted accounting principles ആണ്, standards ആണ്, procedures ആണ്. ആൻഡ് ഈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയറും എല്ലാം ബിസിനസ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യേണ്ടുന്നതാണ്. അതായത് ഒരു ബിസിനസ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യേണ്ട കോമൺ സെറ്റ് ഓഫ് അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് തുടങ്ങിയവയാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. GAAP is a combination of authoritative standards and the commonly accepted ways of recording and reporting accounting information. GAAP എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സിൻ്റെയും അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ റെക്കോർഡിങ്ങിനും റിപ്പോർട്ടിങ്ങിനുമായുള്ള കോമൺലി അക്സെപ്റ്റഡ് വേസിൻ്റെയും കോമ്പിനേഷനാണ്. At international level, such authoritative standards are known as International Financial Reporting Standards, and in India, we have authoritative standards named as Accounting Standard AS and IND AS. ഇന്റർനാഷണൽ ലെവലിൽ ഈ അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സിനെ അറിയപ്പെടുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നാണ്. ആൻഡ് ഇൻ ഇന്ത്യ നമുക്ക് അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് AS and IND AS. Accounting standards are written policy documents issued by the government with the support of other regulatory bodies. Example, Ministry of Corporate Affairs (MCA) issuing accounting standards for corporates in consultation with National Financial Reporting Authority. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ്. ആൻഡ് അത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത് മറ്റ് റെഗുലേറ്ററി ബോഡീസിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്. എക്സാമ്പിൾ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കോർപ്പറേറ്റ്സിനായുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയെ കൺസൾട്ട് ചെയ്തുകൊണ്ടാണ്. കവറിംഗ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസിൻ്റെ ഇനി പറയുന്ന ആസ്പെക്ട്സിനെയാണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് റെക്കഗ്നിഷൻ, സെക്കൻഡ് വൺ ഇസ് മെഷർമെൻറ്റ്, തേർഡ് വൺ ഇസ് പ്രസൻറ്റേഷൻ ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഡിസ്ക്ലോഷർ. The ostensible purpose of standard setting bodies is to promote the dissemination of timely and useful financial information to investors and certain other stakeholders having an interest in the company's economic performance. ഈ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസിൻ്റെ വിസിബിളായ പർപ്പസ് എന്ന് പറയുന്നത് കമ്പനിയുടെ എക്കണോമിക് പെർഫോമൻസിൽ ഇൻട്രസ്റ്റ് ഉള്ള ഇൻവെസ്റ്റേഴ്സിനും സർട്ടൺ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും
പ്രോപ്പർ ടൈമിന് യൂസ്ഫുള്ളായ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡെസിമിനേറ്റ് ചെയ്യുക എന്നതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. Accounting standards reduce the accounting alternatives in the preparation of financial statements within the bounds of rationality, thereby ensuring comparability of financial statements of different enterprises. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ടിംഗ് ഓൾട്ടർനേറ്റീവ്സിനെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റെഡ്യൂസ് ചെയ്യുന്നു. വിച്ച് മീൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സർട്ടൺ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് വിത്തിൻ ദ ബൗണ്ട്സ് ഓഫ് റാഷണാലിറ്റി ഈ അക്കൗണ്ടിംഗ് ഓൾട്ടർനേറ്റീവ്സിനെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് അതുവഴി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പയറബിലിറ്റി എൻഷുർ ചെയ്യുന്നു. ബിക്കോസ് ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസിന് കോമൺലി യൂസ് ചെയ്യാവുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പയറബിലിറ്റിയെ എൻഷുർ ചെയ്യുന്നു. According to Section 2, Subsection 2 of the Companies Act 2013, accounting standards means the standards of accounting or any addendum thereto for companies or class of companies referred to in Section 133. Companies Act 2013 Section 2, Subsection 2 പ്രകാരം accounting standards means അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇനി പറയുന്നതിൽ ഏതെങ്കിലുമാണ്. ഒന്നുകിൽ അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ്, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയ കമ്പനീസിനോ സെക്ഷൻ 133 റെഫർ ചെയ്തിരിക്കുന്ന ക്ലാസ് ഓഫ് കമ്പനീസിനോ വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ദ സെൻട്രൽ ഗവൺമെൻറ് മേ പ്രിസ്ക്രൈബ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഓർ എനി അഡൻഡം thereto ആസ് റെക്കമെൻഡഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ constituted under Section 3 of the Chartered Accountants Act 1949 in consultation with and after examination of the recommendations made by the National Financial Reporting Authority. സെൻട്രൽ ഗവൺമെൻറ് ഈ അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയ സ്റ്റാൻഡേർഡ്സോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 സെക്ഷൻ 3 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചും നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയെ കൺസൾട്ട് ചെയ്തുകൊണ്ടും നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ എക്സാമിനേഷന് ശേഷവും പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻസിന് അനുസരിച്ചും നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയെ കൺസൾട്ട് ചെയ്തുകൊണ്ടും നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ എക്സാമിനേഷന് ശേഷവുമാണ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. The balance portion on accounting standards will be discussed in the next lecture. Thank you.